അങ്ങ് കഴിഞ്ഞ ജന്മത്തിൽ അമ്പലപ്പുഴ രാജാവിൻ്റെ മന്ത്രിയായിരുന്നു. രാജാവിനെ ധിക്കരിച്ചു. അങ്ങനെ രാജാവ് അങ്ങേ കുളത്തിൽ മുക്കി കൊന്ന ശേഷം ശരീരം അച്ചൻകോവിലാറ്റിൽ എറിഞ്ഞു. അപ്പോൾ ജലാധിവാരിത സംസ്കൃതത്തിനകത്തുനിന്ന് ജലം, നീര്, അതിയേറ്റ, നീരേറ്റുപുറം സ്ഥലം വായിച്ചു. അപ്പോൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഒരു അരയന്നം നീന്തുന്നത് കണ്ടു. സംസ്കൃതം അരയന്നം അന്നമ്മ എന്നാണ് ആ വീട്ടിലെ അമ്മയുടെ പേര്. നിങ്ങൾ പുറപ്പെട്ട വീട്ടിലാണ് അമ്മയുടെ പേര്. യാക്കൂബിയും മാരിയം രണ്ട് സുഗന്ധദ്രവ്യങ്ങളാണ് സംസ്കൃതത്തിലെ. യാക്കൂബിയും യാക്കൂബ്, ജേക്കബ് എന്നാണ് നിങ്ങളുടെ അച്ഛൻ്റെ പേര്. മാരിയം മറിയാമ്മ എന്നാണ് നിങ്ങളുടെ അമ്മയുടെ പേരെന്നാണ് എൻ്റെ അപ്പൻ്റെ അമ്മയുടെ പേര് വായിച്ചു. ദേവനെ പറ്റി പ്രസംഗിക്കാൻ പ്രസംഗത്താരെ കൊണ്ടുപോയി ചെന്നപ്പോൾ ക്രിസ്ത്യാനിയായ എന്നെ അങ്ങ് അകത്ത് കയറ്റാൻ അവർക്കൊരു ചെറിയ മനപ്രയാസം. ആ പ്രസംഗമെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് വന്നതാണ്, പക്ഷെ പൂർവ്വജന്മത്തിൽ ഈ ക്ഷേത്രം ഭരിച്ച മന്ത്രിയാണ് ഞാൻ. കൊച്ചു തരകൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ആ കൊച്ചു തരകൻ, പാറയിൽ കൊച്ചു തരകൻ, അദ്ദേഹത്തിൻ്റെ പുനർജന്മമാണ് ഞാൻ. നമസ്കാരം. അബാക് മീഡിയയിൽ ഇന്ന് അതിഥി അലക്സാണ്ടർ ജേക്കബ് IPS സാറാണ്. സാർ നമസ്കാരം. സാർ നമസ്കാരം. നമ്മുടെ ചാനലിൽ പല വീഡിയോകളുടെയും കമന്റ് ബോക്സിൽ വരാറുള്ളൊരു പേരാണ് അങ്ങേ ഒരു ദിവസമെങ്കിലും അതിഥിയായി നമ്മുടെ ചാനലിൽ വരണമെന്നുള്ളത്. സ്വാഭാവികമായും ഈ പാരാസൈക്കോളജി, ആ പുനർജന്മം, പൂർവ്വജന്മം ഒക്കെ സംസാരിക്കുമ്പോഴാണ് അങ്ങയുടെ പേരുകൾ പല ഗസ്റ്റുകളും സജസ്റ്റ് ചെയ്യാറുള്ളത്. ഇന്ന് ഇവിടെ എത്തിയതിൽ വളരെ നന്ദിയുണ്ട്. ഈ പുനർജന്മം, പൂർവ്വജന്മം ഇതെല്ലാം സത്യമാണോ? അതായത് നമ്മുടെ ശരീരം മാറ്ററാണ്, പക്ഷേ നമ്മുടെ ശരീരത്തിൽ ജീവനായിരിക്കുന്നത് എനർജിയാണ്. അപ്പം ഐൻസ്റ്റൈൻ്റെ ഇക്വേഷൻസ് G=mc² വെച്ചിട്ട് മാറ്റർ ക്യാൻ ബി കൺവേർട്ട് ടു എനർജി, എനർജി ക്യാൻ ബി കൺവേർട്ട് ടു മാറ്റർ. അപ്പോൾ നമ്മുടെ മാറ്റർ ആയ നമ്മുടെ ശരീരം മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് എന്ന് പറയുന്ന എനർജി ശരീരത്തിൽ നിന്ന് രക്ഷപ്പെടുകയും അതിൻ്റെ യൂണിവേഴ്സൽ എനർജിയിൽ ലയിക്കുകയും ചെയ്യും. യൂണിവേഴ്സൽ എനർജി എന്ന് പറഞ്ഞാൽ ദൈവമെന്ന് ഈശ്വര വിശ്വാസികൾ വിളിക്കുന്ന, നിരീശ്വര വിശ്വാസികൾ യൂണിവേഴ്സൽ എനർജി എന്ന് വിളിക്കുന്ന സാധനമാണ്. അപ്പോൾ എനർജിയുടെ 80% ഡാർക്ക് മാറ്ററാണ്, ആർക്കും കാണാൻ ഒക്കത്തില്ല, സിമ്പിളി ഇരുട്ടാണ്. 20% മാത്രമേ ഉള്ളൂ ഈ പ്രകാശം കൊണ്ട് നിൽക്കുന്ന മാറ്റർ. അപ്പോൾ ഈ എനർജി ചില സമയത്ത് ഡയറക്റ്റായി ഈ യൂണിവേഴ്സൽ എനർജി ലയിക്കാതെ ഇങ്ങനെ കറങ്ങി നടക്കും. അതാണ് നമ്മൾ പലപ്പോഴും ആത്മാവെന്ന് വിളിക്കുന്നത്. ഈ ആത്മാവ് ചിലപ്പോൾ പുതിയ ഒരു ശരീരത്തിൽ പ്രവേശിക്കും. അത് ഭഗവത്ഗീത പറയുന്ന പോലെ വാസാംസി ജീർണാനി യഥാവിഹായ തഥാ ശരീരാണി നരോപരാണി എന്ന് തുടങ്ങുന്ന ആ ശ്ലോകത്തിൽ പറയുന്നതാണ്. അപ്പോൾ ഞാൻ 1980 മറുവൻസ് കോളേജിലെ ലെക്ചറാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയി തലവടിയിൽ. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ ഈ പുനർജന്മം കണ്ടെത്തുന്ന ഒരു ഭൃഗു സംഹിതയുണ്ട് എന്ന് അവിടെ ചർച്ച വന്നു. അവിടെ പോയിട്ടൊന്നൊരാൾ പറയുന്ന കഥയാണ്. അപ്പോൾ എനിക്കിതിൽ യാതൊരു വിശ്വാസമില്ല, ഈ ജാതകം ഇതിലൊന്നും യാതൊരു വിശ്വാസമില്ല. ഞാനൊന്ന് ഡിസ്പ്രൂവ് ചെയ്യാൻ വേണ്ടി തലവടിയിൽ നിന്ന് ഇടത്തുവായി വന്ന് വണ്ടി കയറി ഹൈവേ കയറി നേരെ ചന്ദ്രൂർ പോയി. അന്ന് ശ്രീധരപ്പണിക്കർ എന്ന് പറയുന്ന ആളാണ് അവിടെ ഉള്ളത്, ശ്രീധരപ്പണിക്കർ. അദ്ദേഹം അവിടെ ചെന്ന് ഞാൻ ആരാണ് എന്താണെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ശ്രീധരപ്പണിക്കർ ഇറങ്ങി വന്ന് കഥ തുറന്നിട്ട് പറഞ്ഞു, തെക്കുന്ന് വരികയല്ലേ, ഗുരുക്കന്മാരെ ബഹുമാനിക്കണം, കയറിയിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ തെക്കുന്ന് വരികയാണെന്നും ഞാനൊരു കോളേജ് ലെക്ചറാണെന്നും ഇദ്ദേഹം ഞാനൊരു അക്ഷരം പറയാതെ കണ്ടെത്തി. കയറിയിരുന്നു. അപ്പോൾ അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ റെപ്ലിക്ക ചന്ദ്രൂർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റെപ്ലിക്കയിലെ ഒരു സംഭാവന കൊടുക്കണം. എന്നിട്ട് സംഭാവന കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ രാശിപ്പല ഇരിപ്പുണ്ട്, അതിനകത്തൊരു നാണയം വെക്കണം. അങ്ങനെ ഞാൻ അന്ന് 50 രൂപ കൊടുത്തിട്ട് ഈ നാണയം വെച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഭൃഗുസംഹിത തുറന്നു. ഇപ്പോൾ ഒരു 4500 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് ഭൃഗുമുനി. അപ്പം അദ്ദേഹം ഒരു സംഹിത എഴുതി, സംസ്കൃതത്തിലൊരു സംഹിത എഴുതി ഹിമാലയത്തിലെ സന്യാസിമാർക്ക് കൊടുത്തിരുന്നു. ആ സന്യാസിമാരെ ഒരു 100 വർഷത്തിന് മുമ്പ് അത് പ്രിൻ്റ് ചെയ്തിട്ട് അത് ഇന്ത്യയുടെ പല ഭാഗത്ത് ആളുകൾ കൊടുത്തയച്ചെന്നാൽ ഇത് ട്രെയിൻ ചെയ്ത് നോക്കേണ്ട എങ്ങനെയാണ് ട്രെയിൻ ചെയ്ത്. അപ്പോൾ എൻ്റെ ഭാഗം കൊണ്ട് തുറന്ന ശേഷം അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, ജലാധിവാരിധേ, ജലം, നീര്, അതിയേറ്റ്. നീരേറ്റുന്ന സ്ഥലത്താണ് നിങ്ങൾ രാവിലെ പുറപ്പെട്ടത്. എൻ്റെ ഗ്രാൻഡ് ഫാദർ സിസ്റ്ററിനോട് നീരേറ്റുപുറത്താണ്, അതിൻ്റെ അടുത്താണ്. അപ്പോൾ ജലാധിവാരിധ സംസ്കൃതത്തിനകത്തുനിന്ന് ജലം, നീര്, അതിയേറ്റ, നീരേറ്റുപുറം സ്ഥലം വായിച്ചു. അപ്പോൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഒരു അരയന്നം നീന്തുന്നത് കണ്ടു സംസ്കൃതത്തിൽ.
അരയന്നം അന്ന, അന്നമ്മ എന്നാണ് ആ വീട്ടിലെ അമ്മയുടെ പേര്, നിങ്ങൾ പുറപ്പെട്ട വീട്ടിലെ അമ്മയുടെ പേര്. അപ്പോൾ ആ സമയത്ത് ഈ ഇരുട്ട് പറക്കാൻ തുടങ്ങുകയാണ് ഈ കൗശികമണി ഇങ്ങനെ വെള്ളത്തിൽ പോകുമ്പോൾ. അപ്പോൾ തോമസ് എന്നാണ് നിങ്ങളുടെ അച്ഛൻ്റെ പേരെന്ന്, എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേര്. സംസ്കൃതത്തിലെ തമസിൽ നിന്നും തോമസ് വായിക്കുകയാണ്. അപ്പോൾ ഈ സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ച നല്ല സരസമായൊരു കാഴ്ച. അപ്പോൾ സരസം സാറാമ്മ എന്നാണ് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ പേരെന്ന്, എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ പേര് സാറാമ്മ എന്നാണ്. അപ്പോൾ ഈ കൗശികമുനിക്ക് 2 സുഗന്ധദ്രവ്യങ്ങളുടെ മണം മൂക്കിലോട്ട് വന്നു. യാക്കൂഗിയും മാരിയം 2 സുഗന്ധദ്രവ്യങ്ങളാണ് സംസ്കൃതത്തിലെ. യാക്കൂഗിയും യാക്കൂബ്, ജേക്കബ് എന്നാണ് നിങ്ങളുടെ അച്ഛൻ്റെ പേര്. മാരിയം മറിയാമ്മ എന്നാണ് നിങ്ങളുടെ അമ്മയുടെ പേരെന്ന്, എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും പേര് വായിച്ചു. അപ്പോൾ ഈ കൗശികമുനി ആണ് വള്ളത്തിൽ പോകുന്നത്. കോശി എന്ന് നിങ്ങളുടെ അച്ഛൻ്റെ ഒരു സഹോദരൻ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, എൻ്റെ ഫാദറിൻ്റെ ബ്രദർ. അങ്ങ് കഴിഞ്ഞ ജന്മത്തിൽ അമ്പലപ്പുഴ രാജാവിൻ്റെ മന്ത്രിയായിരുന്നു. അങ്ങ് രാജാവിനെ ധിക്കരിച്ചു. അങ്ങനെ രാജാവ് അങ്ങേ കുളത്തിൽ മുക്കി കൊന്ന ശേഷം ശരീരം അച്ചൻകോവിലാറ്റിൽ എറിഞ്ഞു. അതുകൊണ്ട് അങ്ങ് ഈ ജന്മത്തിൽ ആറിൻ്റെ അങ്ങേക്കരയിൽ ജനിക്കും. അങ്ങ് ജനിക്കാൻ പോകുന്ന സ്ഥലം കോണഭൂമി. കോണം, തുമ്പ്, ഭൂമി, മണ്ണ്. തുമ്പം എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് അങ്ങ് ജനിക്കാൻ പോകുന്നത്. എൻ്റെ ഗ്രാമം തുമ്പമണ്. അങ്ങ് ജനിക്കുന്ന സ്ഥലത്ത് 9 ഗ്രഹവും നോക്കി നിൽക്കുകയാണ്. നവം പുത്തൻ ഗ്രഹം വീട്. പുത്തൻ വീട് എന്നാണ് അങ്ങയുടെ വീട്ടുപേര്. എൻ്റെ വീട്ടുപേര് പുത്തൻ വീട്ടിൽ. അങ്ങനെ എൻ്റെ വീട്ടിലെ ജനിച്ചിട്ട് തോമക, ത്രൈസ്യക, ജോസക എന്ന മുറയ്ക്കായിരിക്കും നിങ്ങൾ ജനിക്കാവുന്നത്. എൻ്റെ മൂത്ത ബ്രദർ തോമക. എൻ്റെ മൂത്ത സഹോദരൻ പേര് ത്രൈസ്യക. എൻ്റെ വീട്ടിൽ വിളിക്കുന്നത് ജോസക എന്ന മുറയ്ക്ക് 3ാമത്തെ കുട്ടിയായിട്ട് ജനിക്കുന്നു. ഇത്രയായപ്പോൾ തന്നെ ഇത്രയും ഒരു പുസ്തകത്തിനകത്ത് വായിക്കാമെന്ന് വെച്ചിരി അസാമാന്യ പരിപാടിയാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, സാർ അധികാലമൊന്നും ടീച്ചറായിട്ട് ഇരിക്കാൻ പറ്റിയല്ല. ഈ രാജ്യം ഭരിക്കുന്നൊരു പരീക്ഷയുണ്ട്. എന്തോ എൻ്റെ പേര്? നമ്മൾ IAS പരീക്ഷ. സാറത് എഴുതണം. ഞാൻ പറഞ്ഞു, എഴുതിയാൽ എന്തോ പറ്റും? അത് തലേ കിരീടമുള്ള ജോലി കിട്ടും. തലേ കിരീടമുള്ള സർവീസ് ഏതാ? നമ്മൾ IPS. അത് കിട്ടുമെന്ന്, IPS കിട്ടുമെന്ന്. ഇദ്ദേഹം പറഞ്ഞല്ലേ, ഞാൻ പോയി പരീക്ഷ എഴുതി, എനിക്ക് IPS കിട്ടി. 2ാമത്തെ ഈ പരീക്ഷ പാസ്സായി, ഇൻ്റർവ്യൂ നിന്നു, എനിക്ക് IAS കിട്ടിയില്ല. വീണ്ടും IPSലാണ് വീണത്. അന്ന് 3 ചാൻസേ ഉള്ളൂ. സംഗതി പോയി. ഞാൻ പിന്നെ എഴുതാൻ ഒക്കെയില്ല. അങ്ങനെ ഈ ഭൃഗു പറയുന്ന പോലെ തലയിൽ കിരീടമുള്ള IPS കിട്ടി. അപ്പോൾ ഈ കിരീടം എന്ന് പറഞ്ഞാൽ നല്ല സാധനമാണെങ്കിലും IPSൻ്റെ കിരീടം ഇച്ചിരി കട്ടിയാണ്. മുൾക്കിരീടമാണ്, വെറും കിരീടമല്ല, മുൾക്കിരീടമാണ് ഈ പോലീസിൻ്റെ തൊപ്പി എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ ജന്മത്തിൽ അങ്ങ് കൊല്ലപ്പെടുമ്പോൾ അങ്ങേക്കൊരു സ്ത്രീയുമായി പ്രേമമായിരുന്നു. അങ്ങ് കൊല്ലപ്പെട്ടപ്പോൾ ആ സ്ത്രീ ആറ്റിച്ചാടി മരിച്ചളഞ്ഞു. ആ സ്ത്രീ അങ്ങയുടെ ഭാര്യയാവാൻ വേണ്ടി ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. 5 കൊല്ലം കഴിയുമ്പോൾ അങ്ങ് കൊല്ലരാജ്യത്ത് പോയി ആ സ്ത്രീയെ, പുനർജന്മത്തിലുള്ള സ്ത്രീ വിവാഹം കഴിക്കും. ആ സ്ത്രീയുടെ പേര് പ്രകാശത്തിൻ്റെ പര്യായവതമുള്ള പേരായിരിക്കുന്നു. ഞാൻ IPS എല്ലാം പാസ്സായി ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് വന്ന് അമ്മേനോട് ചോദിച്ചു, കല്യാണം കഴിക്കണ്ടേ? ഞാൻ പറഞ്ഞു, അമ്മ എവിടെയെങ്കിലും പോയി പെങ്കൊച്ചനെ കണ്ടുപിടിച്ചോണ്ടോ, ഞാൻ കെട്ടിക്കോളാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയായിരിക്കും. ദാറ്റ്സ് ഓൺലി കണ്ടീഷൻ. കുട്ടിയുടെ നിറമോ കുട്ടിയുടെ സൗന്ദര്യമോ കുട്ടിയുടെ മറ്റ് കുടുംബമോ ഒന്നും എനിക്ക് പ്രശ്നമല്ല. യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ആയിരിക്കണം, അത്രയും മാത്രമേ ഉള്ളൂ. അങ്ങനെ എൻ്റെ അമ്മ പോയി BAക്കും MAക്കും ഫസ്റ്റ് റാങ്ക് കിട്ടിയ എൻ്റെ ഭാര്യയെ കണ്ടുപിടിച്ചു. അത് കൊല്ലത്തെ ഡിവിഷണൽ എഞ്ചിനീയർ ടെലിഫോൺസ് ആയിരുന്ന ജോൺ തോമസിൻ്റെ മകളാണ്. അപ്പോൾ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എലിസബത്ത് എന്നാണ് ഈ പെൺകുട്ടിയുടെ പേരെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. ഞാൻ കല്യാണം കഴിച്ച് അവിടെ ചെന്ന് പിറ്റേ ദിവസമാണ് എൻ്റെ അമ്മായിയമ്മ എൻ്റെ ഭാര്യയെ പ്രഭയെന്ന് വിളിച്ചത്. പ്രഭയെന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ പര്യായവതം. അപ്പയാണ് ഓർത്തു, കൊല്ലരാജ്യം എന്ന് പറയുന്നത് കൊല്ലം, പ്രകാശത്തിൻ്റെ പര്യായവതം പ്രഭ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കല്യാണം കഴിക്കും. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ ജന്മത്തിൽ അങ്ങ് ജോലി ചെയ്ത രാജാവുണ്ടല്ലോ, അയാളുടെ പേര് രാമേന്ദ്രൻ എന്നാണ്. ഇനിയും കേരളം രാമേന്ദ്രൻ ഭരിക്കും. അന്ന് അങ്ങ് അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിട്ട് അങ്ങ് പോട്ടി വരും. 10 മാസം ഒരു കാരണവശാല ആ രാജാവിനോട് ഈ ജന്മത്തിൽ വഴക്കുണ്ടാക്കരുത്, അത് കഴിഞ്ഞ് രാജാവ് തന്നെ അങ്ങേക്ക് നല്ലൊരു പോസ്റ്റ് വാങ്ങിച്ച് വിട്ടേക്കെന്ന് പറഞ്ഞു. 82-ൽ P. രാമേന്ദ്രൻ കേരള ഗവർണറായിട്ട് വന്നു.
86 ഞാൻ അദ്ദേഹത്തിൻ്റെ ADC അല്ലെങ്കിൽ മന്ത്രിയായിട്ട് രാജഭവനിൽ ചെന്നു. അപ്പോൾ ഞാൻ ഓർത്തു, രാമേന്ദ്രൻ രാജാവിൻ്റെ മന്ത്രിയായിട്ട് രാജഭവനിൽ വന്നിരിക്കുകയാണ്. ഗവർണർ എന്തെല്ലാം പറഞ്ഞാലും ഒരു കാരണവശാലും ഗവർണർക്ക് എതിര് പറയത്തില്ല ഞാൻ. ഗവർണർ കാര്യം 10 മാസം ഒന്നും ചെയ്തെന്നാണ്. 10 മാസം കഴിഞ്ഞപ്പം ഗവർണറുടെ കാലാവധി തീരുകയാണ്. ഒരു ദിവസം ഗവർണറോട് എന്തോ ചർച്ച ചെയ്യാൻ വേണ്ടി EK നായനാർ മുഖ്യമന്ത്രി വന്നു. ചർച്ചയെല്ലാം കഴിഞ്ഞ് ഞാൻ മുഖ്യമന്ത്രിയെ കാറിലോട്ട് എസ്കോർട്ട് ചെയ്ത് വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൻ്റെ കാര്യമൊക്കെ ഗവർണറിനോട് പറഞ്ഞു. ചോദിച്ചു, എന്തോ സാറേ? നിനക്കൊരു ജില്ല തരണമെന്ന് പറഞ്ഞിരിക്കുക. നിന്നെ മിക്കവാറും ഞാൻ കോട്ടയത്ത് പോസ്റ്റ് അവിടെ പോസ്റ്റ് ഒഴിയുക റിട്ടയർ ചെയ്യാമെന്നോ. ഞാൻ മറന്നു പോയി. അപ്പോൾ മുഖ്യമന്ത്രി പോയി കഴിഞ്ഞാൽ ഗവർണറുടെ അടുത്ത് വന്നു, സാറേ എന്നെപ്പറ്റി സാർ എന്തോ ഗവർണറോട് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ കാലാവധി തീരാണ്, അപ്പം നിനക്കൊരു നല്ല പോസ്റ്റ് തരണമെന്ന്, നല്ലൊരു ജില്ല തരണമെന്ന് പറഞ്ഞു. അങ്ങനെ സമ്മതിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പം എന്നെ കോട്ടയം SP ആയിട്ട് പോസ്റ്റ് ചെയ്തു. ഞാൻ നേരെ കോട്ടയം SP ആയിട്ട് പോയി. അപ്പോൾ പൂർവ്വജന്മത്തിലെ രാമേന്ദ്രൻ രാജാവ് വീണ്ടും കേരളത്തിൽ രാമേന്ദ്രൻ രാജാവ് അല്ലെങ്കിൽ ഗവർണറായിട്ട് വരുന്നു. ഞാനതിൻ്റെ ADC അല്ലെങ്കിൽ മന്ത്രിയായിട്ടോടെ പോകുന്നു. ഇത് അപാരമായ അവിശ്വസനീയമായ കോയിൻസിഡൻസാണ് എന്തോ നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എന്നെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഒരു പ്രസംഗത്തിന് വിളിച്ചു. അപ്പോൾ ഞാനവിടെ ചെന്ന് ദേവനെ പറ്റി പ്രസംഗത്താരെ കൊണ്ട് പോയി. ചെന്നപ്പോൾ ക്രിസ്ത്യാനിയായ എന്നെ അങ്ങ് അകത്ത് കയറ്റാൻ അവർക്കൊരു ചെറിയ മനപ്രയാസമാണ്. എന്നാലും ഒരു DGP വിളിക്കുമ്പം മാന്യമായിട്ട് പെരുമാറേണ്ടവർ അവരെന്ത് ചെയ്യുന്നറിയുമ്പോൾ മെയിൻ ഗേറ്റിൻ്റെ തൊട്ടകത്തായിട്ട് ഒരു സ്റ്റേജ് ഉണ്ടാക്കി. അപ്പോൾ അമ്പലത്തിൻ്റെ നമ്മുടെ ഹോളി ഓഫ് ഹോളീസിന് അവിടെ ചെല്ലണ്ട, അമ്പലത്തിൽ കയറ്റിയെന്ന് വെച്ചാൽ കയറ്റി, എന്നാൽ ഉള്ളിലോട്ട് കയറ്റിയിട്ടുമില്ല. അപ്പം അവിടുത്തെ ഭക്തരെയും മടങ്ങുന്നില്ല, എന്നെയും മടങ്ങുന്നില്ല. അപ്പോൾ പ്രസംഗമെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് വന്നതാണ്, പക്ഷേ പൂർവ്വജന്മത്തിൽ ഈ ക്ഷേത്രം ഭരിച്ച മന്ത്രിയാണ് ഞാൻ. പണ്ടിവിടെ ക്ഷേത്രം ഭരിച്ച കൊച്ചു തരകൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ആ കൊച്ചു തരകൻ, പാറയിൽ കൊച്ചു തരകൻ, അദ്ദേഹത്തിൻ്റെ പുനർജന്മമാണ് ഞാൻ. അതുകൊണ്ട് കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഈ ക്ഷേത്രം ഭരിച്ചിരുന്നു. കഴിഞ്ഞ ജന്മത്തിന് രാജാവ് കുളത്തിൽ മുക്കിക്കൊന്നിട്ട് എൻ്റെ ശരീരം കൊണ്ട് അച്ചൻകോവിലാറ്റിൽ എറിഞ്ഞു. അപ്പോൾ അവിടുത്തെ പ്രായമായവർക്ക് ഈ കഥ അറിയാം, കൊച്ചുമ്മനെ കൊണ്ട് കൊന്ന കഥ അറിയാം. അവർ പറഞ്ഞു, സാറങ്ങനെ തോന്നല്ലേ സാറിനെ ക്ഷേത്രത്തിൽ കയറ്റുന്ന ചിലർക്ക് എതിർപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ വാതിലിനകത്തോട്ട് കയറ്റി അങ്ങ് വെച്ചത്. അപ്പോൾ സാറിനെ മാനിച്ച് അവരെ പിണയ്ക്കതുമില്ല. ഞാൻ ചായ കുടിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ഈ കൊച്ചുമ്മൻ്റെ വീട് എന്നെ ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചു. അവരെ കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ പാറയിൽ കൊച്ചുമ്മൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പം ഞാൻ ചോദിച്ചു, ഈ കൊച്ചുമ്മനൊരു പ്രേമുണ്ടായിരുന്നല്ലോ, ശോഭ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, ആ കുട്ടിയുടെ വീട് അറിയാം? അയ്യോ വാ സാറേ എന്ന് എന്നെ കൊണ്ട് ശോഭയുടെ വീട് കാണിച്ചു, എൻ്റെ ഭാര്യയുടെ പൂർവ്വജന്മത്തിലെ വീട് കാണിച്ചു. അപ്പോൾ ഞാനൊരു ശാസ്ത്രം പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഈ കോയിൻസിഡൻസ് നമ്മളെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും എനിക്കറിഞ്ഞൂടാ. പൂർവ്വജന്മം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ, പുനർജന്മം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. ശാസ്ത്രീയമായിട്ട് എനിക്ക് തെളിയിക്കാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഈ കഥയിൽ പറഞ്ഞ സംഭവങ്ങൾ കൃത്യമായി എൻ്റെ ജീവിതത്തിൽ സാധ്യപ്രായമായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഗവർണർ ADC ആയിരിക്കുമ്പോൾ ഈ പൂർവ്വജന്മവും ഈ ജന്മവും ഇനിയുള്ള ജന്മവും പറയുന്ന പ്രസിദ്ധമായ സ്ഥലമുണ്ട്, വൈദീശ്വരൻ കോവിൽ. അപ്പോൾ നമ്മുടെ തഞ്ചാവൂർ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് 20 കിലോമീറ്റർ അപ്പുറത്താണ്, പ്രസിദ്ധമായ ക്ഷേത്രമാണ്. അവിടെ അഗസ്ത്യ നാടി ഇരിപ്പുണ്ട്, വസിഷ്ഠ നാടി ഇരിപ്പുണ്ട്, 2 നാടി ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഗവർണർ ADC ആയിട്ട് ഗവർണറുടെ കൂടെ അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്. തഞ്ചാവൂർ ഇരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അലക്സേ ഇനി ഞാൻ എൻ്റെ കുടുംബ ഫംഗ്ഷനൊക്കെ പോവുകയാണ്. അലക്സ് യൂണിഫോം ഇട്ടോട്ട് അനന്തരവരുടെ കല്യാണത്തിനൊക്കെ വന്ന് അവിടെ നിന്നാൽ ആ ഒരു ഓക്കോടാണ്. അലക്സ് ഒരു കാര്യം ചെയ്യും, പോയി ഗസ്റ്റ് ഹൗസിൽ ഇരിക്കുക ഒരു 6 മണിക്കൂർ. ഞാൻ ഈ കല്യാണമെല്ലാം കഴിഞ്ഞ് ഗസ്റ്റ് ഹൗസിൽ വന്ന് അലക്സിൻ്റെ കൂടെ പൊക്കോളാം, അല്ലെങ്കിൽ ഞാൻ വിളിക്കാം, അലക്സ് വണ്ടി എടുത്തോണ്ട് വന്നാൽ മതി എന്നത്. ഞാൻ പറഞ്ഞു, ഗവർണറെ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഇവിടെ വൈദീശ്വരൻ പോകുന്നൊരു സ്ഥലമുണ്ട്, 20 കിലോമീറ്ററുള്ള ദൂരം. ഈ 6 മണിക്കൂറിന് ഞാൻ അവിടെ നിന്ന് പോയി ഒരാളിനെ കണ്ടിട്ട് തിരിച്ചു വരാമെന്നു. അത് കുഴപ്പമില്ല. അദ്ദേഹം DYSP വിളിച്ചു, എൻ്റെ ADC അവിടെ കൊണ്ടുപോയി ആ പ്രധാന പൂശമുത്തുവിനെ കാണിക്കണമെന്ന് പറഞ്ഞു. പൂശമുത്താണ് ഈ ഒറിജിനൽ നാടി, അവിടെ ഫ്രോഡ് ഒരുപാട് പേരുണ്ട്, ഒറിജിനൽ നാടി. അങ്ങനെ DYSP അവിടെ വിളിച്ചിട്ട് എന്നെ കൊണ്ട് DYSP അവിടെ ചെന്നു. പൂശമുത്തിൻ്റെ അടുത്തുള്ള നാണയം വെച്ചു. പൂശമുത്ത് നോക്കിയിട്ട് അദ്ദേഹം തമിഴിലുള്ള അഗസ്ത്യ നാടി വായിക്കുകയാണ്.
അപ്പോൾ 4000 കൊല്ലത്തിന് ഭൃഗു എഴുതി വെച്ച സംസ്കൃതത്തിൽ എഴുതി വെച്ച സാധനം അതുപോലെ തമിഴിൽ എഴുതി വെച്ചിരിക്കുകയാണ് അഗസ്ത്യനാടി. അപ്പോൾ ഭൃഗുമുനി 4000 കൊല്ലത്തിന് മുമ്പ് ജീവിച്ചിരിക്കുമ്പോൾ യേശു ക്രിസ്തു ജനിച്ചിട്ടില്ല, ഭൂമിയിൽ ക്രിസ്ത്യാനി ഇല്ല, കേരളത്തിൽ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ വർഗ്ഗം ഉണ്ടോ എന്ന് ഒരു രീതിയിലും 4000 കൊല്ലത്തിന് ഭൃഗുവിന് ചിന്തിക്കാൻ പോലും കഴിയില്ല. ആ ഭൃഗുവാണ് ക്രിസ്ത്യാനിയായി ജനിച്ച എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും വല്യപ്പൻ്റെയും വല്യമ്മയുടെയും പേരുൾപ്പെടെ എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോഴേ ഈ തമിഴിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്ന് റെക്കോർഡ് ചെയ്യട്ടെന്ന് വെച്ചു. റെക്കോർഡ് ചെയ്തോളാം. ഞാൻ ടേപ്പ് റെക്കോർഡ് വെച്ച് അതങ്ങ് റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഈ ഭൃഗു പറഞ്ഞു വെച്ചിരിക്കുന്ന മുഴുവൻ സാധനവും കൂടെ തീർന്നു കഴിഞ്ഞ് ഭൃഗു പറയാത്തൊരു പാരഗ്രാഫ് അഡീഷണൽ ഉണ്ട് അതിനകത്ത്.